എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് റിയാക്ഷനാണ്. റിവ്യൂ റിയാക്ഷൻ. അതായത് നമ്മൾ കഴിഞ്ഞ ഒരു റിവ്യൂവിൻ്റെ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബസൂക്ക സിനിമയുടെ. അന്ന് തുടങ്ങി വെച്ച ഒരു പുതിയ ഒരു പരിപാടിയാണ്. ഫസ്റ്റ് നമുക്ക് ഉണ്ണി വ്ളോഗിലേക്ക് പോവാം. അതിനകത്ത് ആളുടെ ക്യാപ്ഷൻ തന്നെയാണ് ഭയങ്കരമായിട്ടുള്ള സാധനം. തൂക്കിയല്ലോ നാഥ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത് ഒരു വെറൈറ്റി ഒരു സാധനം. അതിലൊരു തൂക്കിയല്ലോ നാഥാ, ആ ഒരു വിളി, അങ്ങനെ എല്ലാം തൂക്കിയല്ലോ നാഥാ, ആ സാധനം എല്ലാം അതിനകത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് തോന്നിയത്. നല്ലൊരു ക്യാപ്ഷനാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്താണ് ആൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതെ, പരിപൂർണമായ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരിക്കുന്ന സിനിമ അത് ക്യാപ്ഷനിൽ തന്നെ വ്യക്തമാണ്. പിന്നെ ആളുടെ തമ്പനിയിലുള്ള ഫോട്ടോയും വ്യക്തമാണ്. തീർച്ചയായും. ഓക്കെ, എന്തായാലും ആള് പറഞ്ഞിരിക്കുന്നത് ഇതാണ് നമ്മൾ കാണാൻ കാത്തിരുന്ന ആഗ്രഹിച്ച സിനിമ എന്നുള്ളത് പറയാൻ തോന്നിക്കുന്ന രീതിയിലാണ് തുടരും സിനിമ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നതാണ്. അതെ, അതങ്ങനെ തന്നെയാണല്ലേ? തന്നെയാണ് തീർച്ചയായിട്ടും. അത് ഈ ഇന്നലെ വന്ന റിവ്യൂവേഴ്സ് എല്ലാവരുടെയും റിവ്യൂ നോക്കിയാൽ മനസ്സിലാവും. ഈ ചില സിനിമകളെ സംഭവിക്കുമ്പോൾ, അതായത് വളരെ മോശം സിനിമ സംഭവിക്കുമ്പോഴും അല്ലെങ്കിൽ വളരെ നല്ല സിനിമ സംഭവിക്കുമ്പോഴും ഒരേ സ്വരമായിരിക്കും വരിക. എല്ലാവർക്കും ഒരേ സ്വരമായിരിക്കും. അത് നല്ല സിനിമയാവണം. അതാണ് അത് മിക്സായി മാറി പല രീതിയിൽ വരുന്നത് പല രീതിയിലുള്ള സിനിമകൾക്കാണ്. അതെ. എന്നാൽ ഒരേ അഭിപ്രായം വരുന്ന ഒരു ഗംഭീര പ്രൊഡക്റ്റിന് നമുക്ക് വേറെ സ്വരങ്ങൾ കാണാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. പിന്നെ ഡിഗ്രേഡ് ചെയ്യുന്ന മനഃപൂർവ്വം പറയുന്ന ആരെങ്കിലും ഉണ്ടാവും. അത് അതിന് വേണ്ടിയിട്ടിരിക്കുന്ന കുറെ വ്യാജ അക്കൗണ്ടുകളും അങ്ങനെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഉള്ള കുറെ അക്കൗണ്ട്സ് ഉണ്ട്. അതിൽ നിന്ന് കടന്ന് കുറെ മെസ്സേജുകൾ അയക്കുക, ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. അത് നമ്മൾ മെയിൻ ചെയ്യണം. അതിനെ കുറിച്ച് നമ്മൾ ഓർക്കുക വേണ്ട. അതില്ലാതെ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരേ സ്വരമായിരിക്കും. ഈ റിവ്യൂ മൊത്തം എടുത്ത് നോക്കാം, എല്ലാവർക്കും എന്താ പറയുന്നത്. പിന്നെ ആള് പറഞ്ഞ മറ്റൊരു പോയിന്റ് ആയിരുന്നു ജേക്സ് ബിജോയ്. അത് എടുത്ത് അത് എല്ലാ ഒട്ടുമിക്ക റിവ്യൂവേഴ്സും പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ പെടുന്നതാണ് കേട്ടോ. ജേക്സ് ബിജോയ് അങ്ങേര് വേറെ ലെവലാക്കി കളഞ്ഞു. പല സമയങ്ങളിലും നമ്മളിങ്ങനെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ ഇങ്ങനെ എന്താ പറയാ മത്ത് പിടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത്, ആ ഒരു സാധനത്തിലേക്ക് കൊണ്ടുപോകുന്ന സാധനം ശരിക്കും. അതായത് സോങ്ങിലായാലും അത് ഇനി ബാക്ക്ഗ്രൗണ്ട് സ്കോറിലായാലും അങ്ങനെ തന്നെ. അതെ. അതായത് ലൂസിഫർ സിനിമയിലേക്ക് പോകണം, എമ്പുരാൻ സിനിമയിലേക്ക് പോകണം. എമ്പുരാൻ സിനിമയുടെ വിഷ്വൽസ് കിട്ടുന്നതനുസരിച്ചാണ് നമുക്ക് പണി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് ദീപക് ദേവ് പറഞ്ഞത്. അങ്ങനെയല്ല, നമുക്ക് തീർച്ചയായും ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ട് എലിവേറ്റ് ചെയ്യാൻ പറ്റും. അത് കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മൾക്ക് ഉള്ളിലുള്ള ഡൗട്ടുകളൊക്കെ തുടരും എന്ന് പറഞ്ഞ സിനിമ ക്ലിയർ ചെയ്തിട്ടാണ് പോകുന്നത്. അതാണ് ഇതിന്റെ സത്യം അല്ലെ? ഇതിപ്പോ എഡിറ്റിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ എല്ലാത്തിന്റെ കാര്യത്തിലും അങ്ങനെ ഇത് ക്ലിയർ ആക്കിയിട്ടാണ് നമ്മുടെ മുന്നിലോട്ട് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആള് പറഞ്ഞ മറ്റൊരു പോയിന്റ് ആണ്, വണ്ടിയെ സ്നേഹിക്കുന്ന ആള് വണ്ടി ഓടിക്കുന്നത് പോലെ ആയിരുന്നു. അതൊരു കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെ. നമുക്കൊരു വാഹനം ഉണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന ഭയങ്കര രീതിയാണ്, അതിന്റെ ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും. അതങ്ങനെ പൊന്നു പോലെ ആയിരിക്കും കൊണ്ടു നടക്കുക. പിന്നെ മാത്രമല്ല പൊന്നുപോലെ മെല്ലെ എടുത്ത് അതിനോടൊരു പ്രത്യേക അതിനൊരു ബഹുമാനം കൊടുക്കും. എന്നിട്ടാണ് നമ്മൾ മെല്ലെ ഉരുട്ടി കൊണ്ടുപോയി അതങ്ങനെ കയറി പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ അതിലേക്ക് അങ്ങ് രണ്ടും കൂടി അങ്ങ് സിങ്ക് ആവില്ലേ. അതായത് ഇതിനൊരു ആത്മാവുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ വണ്ടി ഓടിക്കുന്ന ആളുടെയും ആത്മാവ് അങ്ങ് ഒന്നായി കഴിഞ്ഞാൽ പിന്നെ ഒരു പറപ്പിക്കലാണ്, ഒരു കിടിലൻ പരിപാടി. അതാണ് സിനിമ. അങ്ങനെ ഒന്നായതാണ് തുടരും. അതുപോലെ തന്നെ അടുത്ത ഒരു പോയിന്റാണ് കണ്ടു ശീലിച്ച ഐറ്റം. കണ്ടു ശീലിച്ച ഒരു ഐറ്റം തന്നെയായിരുന്നു. പക്ഷെ അതിലേക്ക് ലാലേട്ടനും ശോഭനയും അങ്ങ് ഇന്നായപ്പോഴാണ് സിനിമ വേറെ ലെവല് എന്ന് പറയുന്നത്. അത് സത്യം തന്നെ ആയിട്ടുള്ള ലാലേട്ടൻ ശരിക്ക് ശോഭന ഉണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ ഞങ്ങൾക്ക് അതിനൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇതിലേക്ക് ലാലേട്ടൻ വരുമ്പോഴാണ് ഇത് വലുതാവുന്നത്. ഈ സിനിമ അത് അങ്ങനെയാണ്. അതായത് ഇതിപ്പോൾ വേറെ ആരെങ്കിലൊക്കെ വെച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, അതൊരു അവറേജ് സിനിമയായിരിക്കും. ഇത് ലാലേട്ടൻ ഇതിലേക്ക് വന്നിട്ട് ലാലേട്ടൻ്റെ ചില പരിപാടികൾ വന്നതുകൊണ്ടാണ് ഇത് ഈ ലെവലിലേക്ക് വലുപ്പം വരുന്നത്. അതെ, ലാലേട്ടൻ വന്നു. ലാലേട്ടനെ കൊണ്ട് ലാലേട്ടന്റെ എന്താണോ ലാലേട്ടന്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം അത് എടുത്ത് വെപ്പിക്കാൻ തരുമൂർത്തിക്ക് കഴിഞ്ഞു എന്നുള്ളത്. അതും കൂടി അതിന്റെ ഒരു പോയിന്റ് ആണ്. പിന്നെ പറഞ്ഞിട്ടുള്ളതാണ് സോളാണ് ഇതിന്റെ വില്ലൻ. അതൊരു സത്യം. അങ്ങനെ പല സംഭവങ്ങളുണ്ട് ഇതിന്റെ സോളായിട്ടുള്ളത്. അതിലെ മെയിൻ ആണ് വില്ലൻ. ഒരു എതിർപ്പും ഇല്ലാതെ അംഗീകരിക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. എന്താണെങ്കിലും അടുത്തത് മൺസൂൺ മീഡിയ ആണ്. അതിനകത്ത് ആള് പറഞ്ഞിട്ടുള്ളത്, ആളുടെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: സിനിമയുടെ ലാലേട്ടന്റെ തരുണിന്റെ തുടർച്ച. കൊള്ളാം, എല്ലാം വ്യക്തമാണ്. അത് നല്ല സിനിമയുടെ തുടർച്ച, ലാലേട്ടൻ്റെ തുടർച്ച. അത്
ആക്ടർ എന്ന രീതിയിലാണെങ്കിലും സ്റ്റാർ എന്ന രീതിയിലും ഇത് തുടരും എന്നുള്ളതിൻ്റെ തുടർച്ച. ഓക്കെ. പിന്നെ മറ്റൊന്ന് തരുൺമൂർത്തിയുടെ തുടർച്ച. അതെ, രണ്ട് വളരെ മനോഹരമായ സിനിമ ചെയ്ത ആളാണ് തരുൺമൂർത്തി. അതിനുശേഷം മൂന്നാമതായിട്ട് അത് ഹാട്രിക് അടിച്ചിരിക്കുകയാണ്. ആൾ തുടരുന്നു, ആളുടെ വിജയഗാഥ ആള് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ക്യാപ്ഷനിൽ വ്യക്തമാണല്ലോ. അത് കഴിഞ്ഞിട്ട് ആള് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് സിനിമ അവസാനിക്കുന്നിടത്തു നിന്നാണ്. അതായത് മോഹൻലാൽ തുടരും എന്ന് എഴുതി കാണിക്കുന്നിടത്തു നിന്നാണ് ആളുടെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഭീകര ഫീലാണത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല ആ സംഭവം. ആ രീതിയിൽ എഴുതി കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് സിനിമയുടെ അവസാനം സിനിമ തീരുന്നു, അപ്പോൾ മോഹൻലാൽ എന്ന് എഴുതി കാണിക്കുന്നു, അതിനുശേഷം തുടരും എന്ന് എഴുതി കാണിക്കുന്നു. എന്താണത്? അത് അവിടേക്ക് വരുമ്പോൾ മോഹൻലാൽ എന്ന സ്റ്റാർ അവിടെ വരുന്നുണ്ട്. പിന്നെ ഈ കഥയുടെ ബാക്കി, അതായത് ഇനി തുടരും, ഇത് വലിയ ഒരു മെസ്സേജും കൂടി കൊടുക്കുന്നുണ്ട് ഈ സിനിമ. അപ്പോൾ ആ സംഭവങ്ങൾ തുടരുമെന്നുള്ള രീതിയിൽ കൂടി അതിനെ അർത്ഥാക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇതൊരു പെർഫെക്റ്റ് എൻഡായിരുന്നു, സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നാണ് സിനിമയുടെ റിവ്യൂ തുടങ്ങിയിരിക്കുന്നത്. അത് അവിടെ സ്റ്റാർട്ട് ചെയ്തത്. അത് ആള് അതിന് ശേഷം പറഞ്ഞു തുടങ്ങിയ സംഭവം ഇതാണ്: ലാലേട്ടൻ എന്ന നടനെ സെലിബ്രേറ്റ് ചെയ്ത സിനിമ. സത്യം, നടനെ. അതായത് ലാലേട്ടൻ എന്ന് പറയുന്ന ഹീറോ അല്ലെങ്കിൽ ഹീറോയിക് പരിവേഷമുള്ള മോഹൻലാൽ എന്ന ആളെ അല്ല, ലാലേട്ടൻ എന്ന നടനെ സെലിബ്രേറ്റ് ചെയ്യുക. ഇതാണ് കുറെ നാളുകളായിട്ട് മിസ്സിംഗ് ആയിരുന്നു. അതായത് ആളുടെ വീട്ടിലേക്കുള്ള ആദ്യ എൻട്രി, ആ സമയത്ത് ആളുടെ പുരുകം ചലിക്കുന്നത് കണ്ടാൽ ലാലേട്ടൻ്റെ പലരും പറയാറില്ലേ ആളുടെ പുരുകം അഭിനയിക്കും, കൈ അഭിനയിക്കും. നമ്മളതിന് മുമ്പ് കണ്ടിട്ടുള്ളതാണ്, തെളിവാണെങ്കിൽ നിരത്തും, അത് വേറെ കാര്യം. അപ്പോൾ ഇതിലേക്ക് ആള് വരുന്ന സമയത്ത് ആളുടെ പുരുകം, ആള് മകളോട് ചെയ്യുന്ന ചില ഗോഷ്ഠികളൊക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കരമായിട്ട് കാണുന്നിടത്ത് തന്നെ നമുക്ക് മനസ്സിലാവുന്നു എന്ത് ആളുടെ നടനെ ആണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് എന്നുള്ളത്. അത് തന്നെയാണ് ആളും പറഞ്ഞിരിക്കുന്നത്. അത് ആൾക്കും അതങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ആള് പറഞ്ഞ അതിരടി സൂപ്പർ വില്ലൻ. ഇത് വില്ലനെ കുറിച്ച് എല്ലാരും വാനോളം വാഴ്ത്തി പാടുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു ഐറ്റത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ട് കുറെ സിനിമകൾക്ക് മുന്നേ. ഇപ്പൊ അങ്ങനത്തെ ഒരു ഐറ്റത്തിന് നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ഇന്നലെ അതായത് സെക്കൻഡ് റിവ്യൂവിൽ ഇട്ടപ്പോൾ വില്ലനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കമന്റ് ഒന്നുണ്ടായിരുന്നു, സൈറസിനെ നിങ്ങൾ മറന്നു അല്ലേ എന്ന്. സൈറസൊക്കെ ഈ ക്രൂരമായിട്ടുള്ള വയലൻസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് വില്ലന്റെ പവർ ഫീൽ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു വില്ലൻ അല്ല ഇത് സാധാരണക്കാരിൽ നമുക്കൊക്കെ ഇടയിലുള്ള, അതായത് നമ്മളിൽ നിന്ന് കുറച്ചെന്തെങ്കിലും കൂടുതൽ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് അവരുടെ നേരെ വരുന്ന ചില കാര്യങ്ങളിൽ അവരത് യൂസ് ചെയ്ത് വില്ലനാവുന്ന കാര്യമാണ്. ആ ഒരു സംഭവത്തിനാണ് അതിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇപ്പൊ അതിന് ഒരു ഉത്തരം കൂടി പറയാം. സൈറസിനെ എന്ന് പറഞ്ഞാൽ സൈറസിനെ നമുക്ക് കാണിച്ചു തരുന്നതിന് മുന്നേ തന്നെ അവർ കൊടുക്കുന്ന ഒരു ബിൽഡപ്പ് ഉണ്ട്, ഒരാളവിടെ വേറെ ഉണ്ട് എന്നുള്ളത്. ഇത് അങ്ങനത്തെ ഒരു സാധനമല്ലല്ലോ. ഇത് സിമ്പിൾ ആയിട്ട് വരുന്നു, അവിടുത്തെ ഓഫീസർ, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ബിൽഡപ്പ് ഒരു സാധനമില്ല. പിന്നുള്ളത് നടക്കുന്നതാണ് വില്ലനിസത്തിന്റെ പീക്ക് ലെവല്. അത് ഭീകര. അതിന്റെ ഒപ്പം തന്നെ ആള് പറഞ്ഞിട്ടുള്ളതാണ് ബിനു പപ്പുവിന്റെ കാര്യം. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അതും ഇയാളുടെ ഒപ്പം തന്നെ പേരെടുത്ത് പറയേണ്ട ഒരാള് തന്നെയാണ്. പിന്നെ ആള് പറഞ്ഞിട്ടുള്ള ജെയ്ക്സ് ബിജോയ് മ്യൂസിക്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഗംഭീരം എന്നുള്ള രീതി തന്നെയാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഒന്നും അത്ര പെട്ടെന്ന് മനസ്സിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അത് കറക്റ്റ് പോയിന്റ്. അത് ഇന്നലെ രാത്രി ഞങ്ങളെ വീഡിയോ ഇടുമ്പോഴും ഞങ്ങളെ ഉള്ളില് ആ ഒരു സാധനം ഉണ്ട്. ഇപ്പോഴും നമുക്ക് തികഞ്ഞിട്ടില്ല. ഇനി എന്തൊക്കെ ഇപ്പൊ എന്താണെന്നറിയാം, പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മള് ചിലപ്പം ഇതൊക്കെ സീനുകളും കാര്യങ്ങളും പുറത്ത് അറിയാണ്ട് പറഞ്ഞു പോയാൽ പോലും അത് ഭയങ്കരമായിട്ട്, ഒന്നാമത് ടിക്കറ്റ് കിട്ടാതെ സിനിമ കാണാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് വയറ് നമുക്ക് ഭയങ്കരമായിട്ട് നിറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ വാഴ്ത്തിപ്പെടാന്നല്ലേ, അത് തന്നെ ഇവിടെ സംഭവിക്കുന്നത്. നമുക്ക് ഇങ്ങനെ തോരാതെ പറയാൻ തോന്നുന്നു. അതായത് മനസ്സറിഞ്ഞൊരു സംഭവം അത് കിട്ടണം. അത് കിട്ടുമ്പോഴാണ് നമുക്കിങ്ങനെ അടയ്ക്കാൻ പറ്റില്ല. അതിനെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കാനേ തോന്നുള്ളൂ. ഇത് ഇഷ്ടപ്പെടാത്തവരുണ്ടാകുമെന്ന് ചോദിച്ചാൽ ഉണ്ടാവും. ആരാന്നറിയോ? അതായത് നമ്മുടെ ഒരു അയൽവാസി ഉണ്ട്, നരസിംഹം കാണാൻ പോയി. എന്നിട്ട് അതിൽ 5 മിനിറ്റ് 10 മിനിറ്റിന് മമ്മൂക്ക വരുന്നില്ലേ, ആ സമയം വരെ കടന്നുറങ്ങി. ശേഷം എന്നിട്ട് മമ്മൂക്കയുടെ ഭാഗം കണ്ടിട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും കടന്നുറങ്ങി. അങ്ങനത്തെവർക്ക് മാത്രം ചിലപ്പോൾ സത്യം ഇത് സിനിമ ഇഷ്ടപ്പെടാതെ, അത് അങ്ങനത്തെ ആ ഒരു ഉള്ളിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പം പറ്റൂല. അത്രേ ഉള്ളൂ. അത് അങ്ങനെ തന്നെയാണ്. അതേത് രീതിയിലുള്ള ഫാനാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്താണ് ആ ഫാനിന്റെ ഒരു എന്ത് തരാണെന്നുള്ള ചിന്തിച്ചാൽ അങ്ങനത്തെ ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. അതിനകത്ത് നമുക്ക് അറിയുന്ന കാര്യം തന്നെ. അത് ഏത് വിഭാഗത്തിൽ പെടുന്നു അതിനെ കുറിച്ച് പറഞ്ഞത്. അവർക്ക് മാത്രം ഇങ്ങനെയുള്ള സിനിമകൾ പറ്റില്ല, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും അടുത്തതായിട്ട് വന്നിട്ടുള്ള റീലോഡ് മീഡിയ ആണ്.
അതായത് ആള് പറഞ്ഞു തുടങ്ങുന്നതന്നെ ഇതാണ് കുറെ കാലമായിട്ട് കാണാനിരുന്ന ലാലേട്ടൻ. സിമ്പിളാണ്. ഇത് എല്ലാവർക്കും ഒരേ സ്വരത്തോടെ എല്ലാവരും പറയുന്നത്, പ്രേക്ഷകരടക്കം എല്ലാവരും പറയുന്ന ഒരു സംഭവം ഇതായിരുന്നു ഞങ്ങൾ കാണാനിരുന്നത് ലാലേട്ടൻ. ഇത് എല്ലാവരും ഒരേ സ്വരത്തിൽ. അതാ പറയുക. സംഭവം റീലോഡിന്റെ റിവ്യൂ വളരെ കുറഞ്ഞ ഡ്യൂറേഷനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഭയങ്കര ആഴത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലുന്നൊന്നുമില്ല. ആളുടെ എക്സൈറ്റ്മെന്റ്, ആൾക്ക് ഇഷ്ടപ്പെട്ട ഈ ലാലേട്ടനെ ഇങ്ങനെ കണ്ടതിലുള്ള സന്തോഷം, അതാണ് ആൾ കൂടുതലും പ്രകടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ എടുത്തു പറഞ്ഞിട്ടുള്ളത് വില്ലനെ കുറിച്ച് തന്നെ. വില്ലനെ കുറിച്ച് ഒരു ലാലേട്ടന്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ വില്ലനെ കുറിച്ച് തന്നെയാണ് ആൾ പറഞ്ഞിരിക്കുന്നത് കൂടുതലായിട്ട്. വില്ലൻ അങ്ങനെയാണ്. അതെ. പിന്നെ ആള് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ആസ്വദിക്കേണ്ട സിനിമ. അതെ, തീർച്ചയായിട്ടും തിയേറ്ററിൽ ഫാമിലി ആയിട്ട് പോയിട്ട് ആസ്വദിക്കേണ്ട സിനിമ. ഇതിനൊരു അർത്ഥമുണ്ടേ. അതായത് ആസ്വദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുണ്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് അതിനുശേഷം പിന്നെ അത് എല്ലാവരുടെയും അഭിപ്രായം ഏറ്റെടുക്കുന്നത്. അതായത് ഇപ്പോൾ ഏതെങ്കിലും സിനിമ വരുന്നു, ആ സിനിമ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, അഭിപ്രായങ്ങൾ ഭയങ്കരമായിട്ട് വരും. ആ അഭിപ്രായം പറഞ്ഞവർ തന്നെ ആ സിനിമ കണ്ടിരുന്നെങ്കിൽ ആ സിനിമ വിജയിക്കും. ഇപ്പൊ തന്നെ അറിയാൻ പറ്റും ഈ സിനിമയ്ക്കുള്ള ടിക്കറ്റ് കിട്ടായ്മ എന്താന്നുള്ളത്. അതെ. അപ്പോൾ ആസ്വദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് അതിനെ അങ്ങനെ ജസ്റ്റ് 2 ലൈക്കോ അല്ലെങ്കിൽ ഇത് കണ്ട് ആസ്വദിക്കുക എന്നുള്ളതല്ല. തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ട് ആസ്വദിക്കാം. സിനിമ ഏത് രീതിയിൽ കാണണം എന്നുള്ളതുകൊണ്ട് ശരിക്കും ഇവിടെ ഇരുന്ന് നെഗറ്റീവ് ഇടുന്ന സമയത്ത് സിനിമ പോയിട്ട് കണ്ടിട്ട് ആസ്വദിക്കുക. അപ്പൊ എന്താണെന്നറിയോ, സിനിമേന്റെയും വിജയം കൂടിയാണ്. അല്ലാതെ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് സിനിമ കാണൂല, എന്നിട്ട് ഇരുന്നിട്ട് സിനിമയെ വിജയിപ്പിക്കണം, സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്ന് പറഞ്ഞിട്ടല്ല, പോയി കാണണം. അതെ, അല്ലാണ്ട് ഇരുന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാ സിനിമക്കും അങ്ങനെ പോകാൻ പറ്റില്ല കേട്ടോ. അത് ഓക്കെ. അപ്പൊ അവിടെയാണ് ഇത് പറയുന്നത്. അതായത് തുടരും സിനിമ ആസ്വദിക്കേണ്ട സിനിമയാണ്, അത് പോയി കാണുന്നതാണ്. എന്താണെങ്കിലും അടുത്തതായിട്ട് വന്നിട്ടുള്ള ബ്ലൂ സട്ടൈമാരൻ ഹെവി പോസിറ്റീവ് ആണ് മൊത്തത്തിൽ. അത് ലാലേട്ടൻ്റെ കാലങ്ങൾക്ക് ശേഷമുള്ള പെർഫോമൻസിനെ കുറിച്ച് ആൾ പറയുന്നുണ്ട്. പിന്നെ ഈ കോമ്പിനേഷനെ കുറിച്ച് പറയുന്നുണ്ട്, വില്ലനെ കുറിച്ച് എടുത്ത് പറയുന്നുണ്ട്, പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ്, ഇതിന്റെ എക്സിക്യൂഷൻ, തരുൺമൂർത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. മൊത്തത്തിൽ ആൾക്ക് ഹൈലി പോസിറ്റീവാണ്. സത്യം, അത് ആളുടെ അങ്ങനെ വരാറില്ല, വല്ലപ്പോഴും വരാറുള്ളൂ. നല്ലത് ചില സമയത്ത് മാറി ചിന്തിക്കാം. അത് ചില മൈൻഡ് ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമാണല്ലോ, അത് അത്രേ ഉള്ളൂ. എന്താണെങ്കിലും അടുത്തതായിട്ട് വന്നിട്ടുള്ളത് സീക്രട്ട് ഏജന്റ്. എന്തായാലും ആള് പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിനെ പണിയെടുപ്പിച്ച് തരുൺമൂർത്തി എന്ന് തന്നെയാണ് ആള് പറഞ്ഞിട്ടുള്ളത്. അതൊരു സത്യമായിട്ടുള്ള കാര്യം. പല ഡയറക്ടേഴ്സിനും കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുള്ള സംഭവം അതായിരുന്നു. എല്ലാവരും ലാലേട്ടനെ സ്റ്റാർഡം വെച്ചിട്ട് അയ്യോ അയാളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചാൽ മോശമാണല്ലോ എന്നുള്ളൊരു സാധനം ഉള്ളിലോട്ട് കയറുന്നത്. അത് ഡയറക്ടേഴ്സ് അവരുടെ പേടി കൊണ്ടായിരിക്കും. പക്ഷെ ആ പേടി ഒന്നും ഇല്ലാതെ തരുൺമൂർത്തി അതങ്ങ് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. സീക്രട്ടിന്റെ റിവ്യൂവിന്റെ രീതി, ഈ റിവ്യൂ കേട്ടോ, ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അങ്ങനെ വേർതിരിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിലേക്ക് സീനുകളോ അല്ലെങ്കിൽ സന്ദർഭങ്ങളോ അല്ലെങ്കിൽ ഡയലോഗോ ഒക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ആൾ റിവ്യൂ ചെയ്തിട്ടുള്ളത്. റിവ്യൂവിൻ്റെ സമീപനം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് കൂടുതൽ പോയിന്റിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. പോയി കഴിഞ്ഞാൽ പലതും പറയേണ്ടി വരും. പിന്നെ നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അതെ, എല്ലാവർക്കും അവരൊരു ടീമായിട്ട് വരാറുണ്ടല്ലോ, അങ്ങനെ അവരെല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെയാണ് പറയുന്നത്. പിന്നെ ആള് പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യം, അത് ആളുടെ പേഴ്സണൽ കാര്യമായിട്ട് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. ലാലേട്ടൻ ശോഭന കോംബോ അത് കുറച്ച് ഡിപ്പ് ഉണ്ട് എന്ന് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ശോഭനയുടെ ക്യാരക്ടർ അത് ചിലർക്കൊക്കെ തോന്നിയേക്കാം. അത് എല്ലാവർക്കും അത് ആ ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും ചിലപ്പോൾ ഒരേപോലെ പറഞ്ഞു എന്ന് വരില്ല. ഞാൻ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ശോഭന അല്ലെങ്കിൽ അത് കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ, വേറെ കഥാപാത്രങ്ങളുണ്ട്, അവിടേക്ക് വെച്ച് നോക്കുമ്പോൾ ഉള്ള ഏജിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സിങ്ക് ആവുന്നില്ല എന്നുള്ള ഒരു തോന്നലുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് പകരം ആര് മീന വന്നു കഴിഞ്ഞാൽ ദൃശ്യം എന്നുള്ള രീതിയിലേക്ക് വരും. മഞ്ജു വാര്യർ ചെയ്യാനാണെങ്കിൽ അതിനുള്ള വലുപ്പം ആ ക്യാരക്ടറിന് ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓക്കെയാണ്. ഇതിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ ഇതിലേക്ക് ശരിക്കും തരുൺമൂർത്തി തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ജ്യോതികനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. പക്ഷെ സിനിമ കണ്ടപ്പം എനിക്ക് പേഴ്സണലി തോന്നിയൊരു സംഭവം അതായിരുന്നു, ജ്യോതിക ആയിരുന്നെങ്കിൽ ഒന്നും കൂടി ഒരു ബെറ്റർ ആയിരുന്നു എന്ന് തോന്നിപ്പോയി. അത് ഏജിന്റെ ഇതിന്റെ ആ ഒരു ഇതിൽ വരുമ്പോ കേട്ടോ, അല്ലാതെ അല്ല, ബാക്കി അല്ല. ഓക്കെ, അടുത്തതായിട്ട് അശ്വന്ത് കോക്ക്. ആൾക്ക് വീട്ടിൽ പോകാനുള്ള സമാധാനം പോലും കിട്ടിയില്ല. നമുക്ക് കിട്ടിയില്ല പോയിരുന്ന്. അതായത് റിവ്യൂ സാധാരണ ആൾ ചെയ്യുന്ന രീതിയിലൊന്നല്ല ആൾ ചെയ്തിരിക്കുന്നത്. ആൾക്കിതിൽ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നതിനെ കുറിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്നും പറയാനുള്ള ഒരു മൂടൊന്നുമില്ല. ആൾക്ക് നിറഞ്ഞു, സംതൃപ്തി കിട്ടി, അങ്ങ് പറഞ്ഞു. ഈ രീതിയിലാണ് ഇതിന്റെ റിവ്യൂ വന്നിരിക്കുന്നത്. ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു,
ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ തന്നെ പറയണം അവരോട് അഭിപ്രായം. ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ആൾക്ക് സംഭവിച്ചിട്ടുള്ളത്, നമുക്കും തന്നെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ആളുടെ ക്യാപ്ഷൻ ഇതായിരുന്നു, ഇത് താണ്ട ആ പടം, അന്യായ പടം. തരുൺമൂർത്തിക്ക് താങ്ക്സ് പറഞ്ഞിട്ടാണ് ആൾ തുടങ്ങിയിരിക്കുന്നത്. അതായത് സത്യമായിട്ട് പറയാ, ആസ് എ മോഹൻലാൽ ഫാൻ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തന്നല്ലോ, അതിന് നമുക്ക് തരുൺമൂർത്തിയോട് നന്ദി പറയാൻ താങ്ക്സിലാണ് തുടങ്ങിയിരിക്കുന്നത് തന്നെ. പിന്നെ ആള് പറഞ്ഞിട്ടുള്ളത് എത്ര വർഷമായി ഇങ്ങനെ ലാലേട്ടൻ തിയേറ്ററിൽ കണ്ടിട്ടെന്ന്. സത്യമാണത്. ഈ രീതിയിൽ അത് നമ്മൾ ഇതിന് മുൻപ് കണ്ടിരിക്കുന്ന രീതിയല്ല, ഈ രീതിയിലാണ്. എനിക്ക് തോന്നുന്നു മലയാളികൾ എപ്പോഴും ലാലേട്ടനെ കാണണം എന്ന് കുറച്ച് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ്. അതിന്റെ അപ്പുറത്തേക്ക് ബാക്കിയുള്ളതൊക്കെ ഉണ്ട്, പക്ഷെ എന്നാ പോലും ഇത് ലാലേട്ടനും വിജയ്ക്കും മാത്രം കൊടുത്തിരിക്കുന്ന അതാണ് ചില കാര്യങ്ങളാണ്. അതായത് ഒരേ ഫോർമുലയിൽ നമ്മൾ കണ്ടതാണെങ്കിൽ പോലും അവർ വീണ്ടും അതുപോലെ വന്ന് നിന്ന് കഴിഞ്ഞാൽ, ഇപ്പൊ തൃശ്ശൂർ പൂരം ഇതിനു മുൻപ് കാണാത്തല്ലോ, നമ്മൾ പറഞ്ഞാണ് ആന ഏത് ഉത്സവത്തിന് പോയാലും ആന അതേ വന്ന ആന തന്നെയായിരിക്കും പിന്നെയും വരിക. ചെയ്യുന്നത് എന്താന്നുള്ളത് അറിയാം, പക്ഷെ എങ്കിലും നമ്മളവിടെ പോയി കാണും. എന്തിനാ? അത് ആന ചന്തം, അതൊരു ചന്തമാണ്. അതുപോലെ തന്നെയാണ് ഇതും. ലാലേട്ടൻ, മലയാളത്തിൻ്റെ ലാലേട്ടൻ ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അത് കണ്ടതാണെങ്കിൽ പോലും വീണ്ടും ഒരു രീതിയിലും വിമർശനം വരില്ലല്ലോ. ഇത് ആവർത്തന വിരസതയാണെന്നോ അങ്ങനെ തോന്നുമോ? അതും തോന്നില്ല. നമുക്കത് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റും. അതാണ് ലാലേട്ടൻ്റെ ഈ രീതിയിലുള്ള സിനിമകളുടെ പ്രത്യേകത. അതിനകത്ത് അങ്ങനെ നമുക്ക് അങ്ങനെ തോന്നാതിരിക്കാനുള്ള ചെറിയ പൊടിക്കൈകൾ ചേർക്കാൻ പറ്റുന്ന ഡയറക്ടറും കൂടി ആണെങ്കിൽ ഗംഭീരം. അതാണ് തരുൺമൂർത്തി ചെയ്തിട്ടുള്ളത്. നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്തിങ്ങനെ വരുമ്പോഴത്തേക്കും അടുത്ത സാധനം വരും. അത് പിന്നെ അതവിടെ വിട്ട് അങ്ങനത്തെ ഒരു മേക്കിംഗ് സ്റ്റൈൽ തന്നെ ആള് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെങ്കിലും പിന്നീട് പറഞ്ഞിട്ടുള്ളത് വില്ലൻ എന്ന് പറഞ്ഞാൽ ഇതാണ് വില്ലൻ. അത് കുറച്ച് കാര്യമായിട്ട് തന്നെ ആള് പറഞ്ഞിട്ടുണ്ട് വില്ലനെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വില്ലൻ ഒരു വില്ലൻ തന്നെയാണ്. അതെ, അത് അങ്ങനെ തോന്നുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഒരു ശക്തനായ എതിരാളി ഉണ്ടാകുമ്പോഴേ നമ്മുടെ ആള് വലുതാവുള്ളൂ. അതെ, നമ്മൾ എത്ര വലിയ സംഭവമാണ് വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ നിൽക്കുന്ന ഒരു സൈഡുണ്ട്, അത് നായകപക്ഷമാണ്. അപ്പോൾ ആ പക്ഷം നന്നാവണമെങ്കിൽ, വലുതാണെന്ന് നമുക്ക് തോന്നണമെങ്കിൽ അപ്പുറത്തുള്ള എതിരാളി ഭീകരനായിരിക്കണം. അതെ, അതെല്ലാവർക്കും തോന്നി എന്നുള്ളത് തന്നെയാണ്. അത് ഫസ്റ്റ് ഷോ തന്നെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. പിന്നെ എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആണെന്ന് ആള് പറഞ്ഞിട്ടുണ്ട്. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. സിനിമയില് എല്ലാം അതിനകത്ത് പല സ്ഥലത്തും കമന്റാണ്. അതിലുള്ള 2 പട്ടികൾ വരെ അഭിനയം, അത് നിൽക്കുന്ന സംഭവം, അത് അതാണ് എല്ലാം ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു. എല്ലാവരും അത് അതിലെ ഓരോ പ്രോപ്പർട്ടീസ് പോലും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതെ, വീടിന്റെ ആ ഒരു ആംബിയൻസ് തന്നെ എന്തൊരു രസമായിട്ടാണ്. പിന്നെ ആള് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, അതായത് ഏത് തരം ഫാൻസിനും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമ. അതാണ് അതിനകത്ത് ഇന്ന ഫാൻസൊന്നുമില്ല. നമ്മൾ എപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതായത് ലാലേട്ടന് ഇഷ്ടപ്പെടാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല. അവരുടെ ഉള്ളിൽ മറ്റൊരു നടനോടുള്ള ഇഷ്ടം ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. നീ ചിന്തിച്ചു നോക്ക്, അതായത് മറ്റു ഫാൻസിന്റെ പേജിലോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ ഇതിന് മോശം വന്നൊരു അഭിപ്രായം വന്നിട്ടില്ല. എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തു, സൂപ്പർ ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെ അഭിപ്രായം പറഞ്ഞു. എല്ലാവരും ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ അത് ഒന്നും തെറ്റ് പറയാനില്ലാഞ്ഞിട്ടാന്നുള്ളതല്ല, ഇവരൊക്കെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതെ, ലാലേട്ടന്റെ തിരിച്ചുവരവ്, ലാലേട്ടൻ ഈ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് എൻജോയ് ചെയ്യുക, അതിന്റെ കൂടെ നിൽക്കുക, അത് മാത്രമേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അറിയാലോ, അറിഞ്ഞുകൊണ്ടൊന്ന് തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ്. ഒറ്റാൻ അങ്ങനെയാണല്ലോ, വീണ്ടും കാട് കയറി പറഞ്ഞേക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. റോഡിലൊക്കെ ആണെങ്കിൽ പോലും അതങ്ങനെ ഒരു ഒതുക്കത്തിൽ അതങ്ങനെ പോകുള്ളൂ. അതിനെ അങ്ങോട്ട് മിക്കിട്ട് കയറുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് ചില സമയത്തെ അതിന് ബോധം വരുള്ളൂ. അത് വരുന്ന സമയം ഒരു 1.5 വരവായിരിക്കും വരും. അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്തത് ഷസാമാണ്. ഷസാമിന്റെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടാണ്. അത് ആളെപ്പോഴും പറയാറുള്ളതാണ്, അയാളുടെ ഫേവറേറ്റ് ആക്ടറാണ് ലാലേട്ടൻ. ലാലേട്ടനെ കുറെ നാളുകളായിട്ട് കിട്ടാതിരുന്ന ലാലേട്ടനെ കിട്ടിയപ്പോൾ ആള് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി പോയിട്ടുണ്ടെന്ന് തന്നെ ആള് പറയുന്നുണ്ട്. അത് നമുക്ക് ആ റിവ്യൂല് കാണാനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും കാണാനുണ്ടായിരുന്നു. ശരിക്കും അതിലൊരു എന്തോ ഇമോഷൻ കലർത്തിയിട്ടാണ് ആള് ആ ഒരു റിവ്യൂ ചെയ്തിട്ടുള്ളത്.
ഭയങ്കര, അതായത് ഹൈലി സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളതാണ് ആള് റിവ്യൂല് പറഞ്ഞിട്ടുള്ളത്. യെസ്, പക്ഷെ ഞങ്ങള് ഹൈലി സാറ്റിസ്ഫൈഡ് ആണ് ആ റിവ്യൂ കണ്ടിട്ട്. തീർച്ചയായിട്ടും നമ്മൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടോ, കാരണം ഇങ്ങനെ ആയിരുന്നു നമ്മൾ ലാലേട്ടനെ എപ്പോഴും കാണാൻ കൊതിച്ചുകൊണ്ടിരുന്നത്. അത് പറഞ്ഞാൽ മനസ്സിലാവൂല. അതങ്ങനെ പറഞ്ഞ മറ്റൊരു കാര്യം കേട്ടില്ലേ, അതായത് ആളുടെ ചെരിഞ്ഞ തോളില് ആണ് ഈ സിനിമ മൊത്തം. സത്യം, ലാലേട്ടന്റെ ആ ചെരിഞ്ഞ തോളിലാണ് ഈ സിനിമ മൊത്തം എന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത്. അത് അങ്ങനെ തന്നെയാണ്. ഭയങ്കര രസമായിരുന്നു. അതിന്റെ ആ ചെരിഞ്ഞ തോളിൽ നിന്ന് എടുത്തു മാറ്റാൻ വില്ലൻ ഇടയ്ക്ക് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഫൈനലി എന്തായാലും നായകനെ ജയിക്കുള്ളൂ. അതെ, സത്യം. എന്താണെങ്കിലും പിന്നെ ആള് പറഞ്ഞിട്ടുള്ള എന്തൊരു വില്ലൻ, ഇത് തന്നെ പ്രകാശ് വർമ്മ. നമുക്ക് ഇപ്പൊ കുറേ ആയി നമ്മൾ വില്ലനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത വില്ലൻ തന്നെയാണ്. പിന്നെ ഡയറക്ഷനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, തരുൺ മൂർത്തി. അതായത് ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സിനിമ, എല്ലാ രീതിയിലും മികച്ചു നിൽക്കുന്ന ഒരു സിനിമ. അതിൽ പിന്നെ കോമൺ ആയിട്ട് ഇതിൻ്റെയൊക്കെ അഭിപ്രായങ്ങൾ നല്ലത് തന്നെ വരുള്ളൂ, അതിനൊരു നെഗറ്റീവ് ഇല്ലല്ലോ. ആ രീതിയിൽ പറയാനുള്ള ഒരു എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കുന്ന ഒരു അപൂർവ സംഭവമാണത്. എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് വരിക എന്നുള്ളത്. അത് എപ്പോഴും അങ്ങനെ വരാറില്ല. എപ്പോഴെങ്കിലും ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്താണെങ്കിലും ഇങ്ങനെ കേരളക്കര ആകെ കോളിലൊക്കെ സൃഷ്ടിച്ചുകൊണ്ടാണ് സാധനം കൊളുത്തിയിട്ടുള്ളത്. നൈറ്റൊക്കെ ഷോയുടെ ഒക്കെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഇതാണ് ലാലേട്ടൻ. അവിടെയാണ് നമ്മുടെ അഹങ്കാരം വരുന്നത്. അതായത് നിങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടേ കാണുന്നുള്ളൂ, അതായത് ഇനി കാണാൻ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നവർ, അതിന്റെ ഒരു അഹങ്കാരം എന്ന് പറഞ്ഞല്ലോ, അത് ഭീകര. കിട്ടിയിട്ടില്ല, അത് മാത്രമേ വിഷമമുള്ളൂ. അത് ഇനി എന്തായാലും സംഭവിക്കരുത്. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള റിവ്യൂവേഴ്സിന്റെ അഭിപ്രായങ്ങൾ. ഞങ്ങൾ പോവാണ്. ഞങ്ങൾ എല്ലാ ഇതിനും ഇങ്ങനെയൊക്കെ ചെയ്യും. നമുക്ക് ഇങ്ങനത്തെ സിനിമകൾക്കല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്, അല്ലാണ്ട് അല്ല. ഇനി അതിലേക്ക് പോകുന്നില്ല. അപ്പൊ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.